മൂന്നാമത്തത് വാൻ തക്കൂന റസായിലത്തു ബി ഖത്തിൻ വാദിഹിൻ തർത്തീബിൻ ഹസനിൻ. കത്ത് വ്യക്തമായ എഴുത്തിലും നല്ല ക്രമീകരണത്തിലുമായിരിക്കണം. ലാബുദ്ദൽ കാത്തിബ യക്തുബ റസൽ ബി ഖത്തിൻ വാദിഹിൻ യഫ്ഹമുഹു അൽ ആഖറൂൻ ലിഅന്ന അൽ ഖഫാഅ വൽ ഖതാഅ ഫി ഖത്തിൽ അൽഫാദി റുബ്ബമാ യുഹമു മഅന ഗൈറ മുറാദിൻ വഹകദാ യൽസമു ലഹു അൻ യറത്തിബ റിസാലതഹു തർതീബൻ സനുരസ്ലുഹു ഫി വഹദത്തിൽ ഖാദിമ. എഴുതുന്നവർ എഴുതുന്നത് മറ്റുള്ളവർക്കും വ്യക്തമായി മനസ്സിലാക്കുന്ന വിധത്തിലായിരിക്കണം. കാരണം വാക്കുകളിലെ തെറ്റുകൾ പലപ്പോഴും അർത്ഥം മാറാൻ കാരണമാകും. അതിനാൽ എഴുതുന്നവർ തൻ്റെ കത്ത് നല്ല ക്രമത്തിൽ ക്രമീകരിക്കണം. അടുത്ത ഭാഗങ്ങളിൽ നാം ഇതിനെക്കുറിച്ച് പഠിക്കും. അൻവാഉർ റസായില, കത്തുകളുടെ തരങ്ങൾ. 1. അർ-റസായിലു റസ്മിയ, ഒഫീഷ്യൽ ലെറ്റർ. ഹി റിസാലത്തുല്ലതി യുർസിലുഹൽ കാത്തിബു ഇലാ മൻ ലഹു അലാഖത്തുൻ റസ്മിയ ബിഹി മസലു റിസാലത്തുല്ലതി യുർസിലുഹ അൽ മുവല്ലിഫ് ഇലാ മുദീരി ശരിക വഹിയ അൻവാഉ അദീദ സനുവദ്ദിഹു ബഅദൻ മിൻഹാ ഫി ഹാദിഹിൽ വഹദ. وتنقسم هذه الرسائل إلى نوعين وهما الرسائل الورقية والرسائل الإلكترونية. 1. റസായിലു റസ്മിയ, ഒഫീഷ്യൽ ലെറ്റർ. എഴുത്തുകാരന് ഔദ്യോഗിക ബന്ധമുള്ള ആളുകൾക്ക് അയക്കുന്ന കത്തുകളാണിത്. ഉദാഹരണത്തിന് ഒരു ജീവനക്കാരൻ കമ്പനിക്ക് അയക്കുന്ന കത്ത്. ഇതിന് പല തരങ്ങളുണ്ട്. വിശദീകരണം പിന്നീട് വരും. സാധാരണ ഇത് 2 വിഭാഗങ്ങളായി തിരിക്കാം. പേപ്പർ കത്തുകൾ, ഇമെയിൽ കത്തുകൾ. രണ്ടാമത്തെ റസായിലു ഗൈറ റസ്മിയ, അൺഒഫീഷ്യൽ ലെറ്റേഴ്സ്. ഔ റസായിലു ശഖ്സിയ, പേഴ്സണൽ ലെറ്റേഴ്സ്. ഹിയ റിസാലത്തുല്ലതി യുർസിലുഹാ കാത്തിബു ഇലാ അൽ അസ്ദിഖാഇ വൽ അഖ്രിബാഇ വമൻ യർതബിതു ബിഹിം ബിഅലാഖത്തിൻ ഗൈറ റസ്മിയ. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എഴുതുന്ന ഔദ്യോഗിക ബന്ധമില്ലാത്ത കത്തുകളാണിത്. മസൽ അർ-റിസാലത്തുല്ലതി യുർസിലുഹ ത്വാലിബു ഇലാ അബീഹി വ ഉമ്മിഹി വ സദീഖിഹി വതുസമ്മ ഹാദിഹി റസായിലു അർ-റസായിലു ശഖ്സിയ. ഉദാഹരണത്തിന് ഒരാൾ തൻ്റെ അച്ഛന്, അമ്മയ്ക്ക്, ഒരാൾ തൻ്റെ പിതാവിന്, അതിൽ മാതാവിന്, സഹോദരൻ, സുഹൃത്തുക്കൾക്ക് എഴുതുന്ന കത്ത്. ഇവയെ വ്യക്തിപരമായ കത്തുകൾ, പേഴ്സണൽ ലെറ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അൽ അൽഖാബുല്ലത്തി തഖ്തസ്സു ബിൽ മുനാസിബിൽ മുഖ്തലിഫ, വിവിധ സ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ ബഹുമതി പേരുകൾ. عندما نكتب الرسائل علينا أن نخاطب الأشخاص حسب درجة منصبهم. നാം കത്തുകൾ എഴുതുമ്പോൾ ആളുകൾ അവരുടെ പദവിയുടെ നിലവാരത്തിനനുസരിച്ച് അഭിസംബോധന ചെയ്യേണ്ടി വരും. هناك ألقاب متنوعة مناسبة لكل من المناصب. ഓരോ സ്ഥാനത്തിനും അനുയോജ്യമായ വ്യത്യസ്ത ബഹുമതി പേരുകളുണ്ട്. അമായിലി ഖായിമത്തുൻ ഹാദിഹിൽ അൽഖാബ്. താഴെ പട്ടികയിൽ ചില ഉദാഹരണങ്ങൾ. അൽ മൻസിബ് റയീസുൽ ജംഹൂരിയ, റിപ്പബ്ലിക് പ്രസിഡന്റ്. ഫഖാമ റയീസ, അൽ ലഖബ് സാഹിബുൽ ഫഖാമ. അപ്പോൾ മഹാനുഭാവൻ, മഹാരാജാവ്, മഹത്തായവൻ എന്നൊക്കെ. പിന്നെ അടുത്തത് റയീസുൽ ജംഹൂരിയ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് പ്രസിഡന്റ്. അതിന് നമ്മൾ പറയുന്നത് ഫഖാമത്ത് റയീസ്, സാഹിബുൽ ഫഖാമ. മഹാനായ പ്രസിഡന്റ്, അതേപോലെ മഹാനുഭാവൻ എന്ന് പറയാം. പിന്നെ അടുത്തത് അൽ മലിക്, രാജാവ്. ജലാലത്തുൽ മലിക്, സാഹിബുൽ ജലാല, മഹാരാജാവ്, മഹത്തായവൻ എന്ന് പറയാം. അടുത്ത അൽ അമീർ,
അമീറിന് സമൂൽ അമീർ, സാഹിബ് സമൂ, സമൂൽ അമീർ സാഹിബ് സമൂ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അത് മഹാനായ രാജകുമാരൻ, മഹത്തായുണ്ടെന്ന്. അടുത്തത് റഈസുൽ വസറാ, പ്രധാനമന്ത്രി. മആലി റഈസുൽ വസറാ സാഹിബുൽ മആലി, മാന്യനായ പ്രധാനമന്ത്രി, മാന്യൻ. അടുത്ത അൽ വസീർ, മന്ത്രി. മആലിൽ വസീർ സആദത്തുൽ വസീർ, മാന്യമായ മന്ത്രി, മന്ത്രി മഹോദയൻ. അടുത്തത് അസ്-സഫീർ, അംബാസഡർ. സആദത്തു ഷെയ്ഖ് സാഹിബ് സആദ, ശ്രേഷ്ഠനായ മഹാനുഭാവൻ. അടുത്ത റജലുദ്ദീൻ, മതനേതാവ്. സമാഹത്തു ഷെയ്ഖ് സാഹിബ് സമാഹ, മഹാനായ ഷെയ്ഖ്, മാന്യൻ പുരുഷൻ. അടുത്തത് റജുലുൻ ഇംറഅത്ത്, അസയ്യിദ് അസയ്യിദ. അടുത്ത അൽ ആലിം അൽ ബാഹിസ് അൽ ഉസ്താദ്, പണ്ഡിതൻ, ഗവേഷകൻ, അധ്യാപകൻ. ഫളീലത്തു ഷെയ്ഖ് ഫളീലത്തുൽ ഉസ്താദ് സആദ, ശ്രേഷ്ഠനായ ഷെയ്ഖ്, മാന്യനായ. പിന്നെ അടുത്ത അൽ ഖാളി, ജഡ്ജി. ഹളറത്തുൽ ഖാളി സആദത്തുൽ ഖാളി, ശ്രേഷ്ഠനായ മാന്യനായ ജഡ്ജി, ശ്രേഷ്ഠനായ ജഡ്ജി. المقابلة الإنجليزية للكلمات العربية. الرسائل official letter. المؤلف employee, مدير الشركة company manager. الرسائل الإلكترونية email letters. الرسائل غير رسمية unofficial letters. الرسائل الشخصية personal letters. رئيس الجمهورية president of the public. صاحب الفخامة صاحب السعادة his excellency. فخامة الرئيس his excellency the president. جلالة الملك his majesty the king. جلالة الملكة her majesty the queen. صاحب السمو her highness. معالي رئيس الوزراء his excellency the prime minister. سماحة الشيخ فضيلة الشيخ فضيلة الشيخ his eminence sheikh. السيدة Mr. and Mrs. حضرة القاضي your honor. السفير ambassador. recap. قواعد الكتابة الرسائل, കത്തുകൾ എഴുതുന്നതിൻ്റെ നിയമങ്ങൾ. ലഗത്തുൻ സഹില മഫ്ഹൂമ ഖസീറത്തുൻ വമൂജിസ ഖത്തുൻ വാളിഹുൻ ബിതർതീബിൻ ഹസനിൻ. അൻവാഉ റസായിൽ റസ്മിയ വഗൈർ റസ്മിയ. റസായിൽ ശഖ്സിയ. القاب معنية لمناسب محترمة. فخامة الرئيس صاحب الفخامة. جلالة الملك صاحب الجلالة. السيد السيدة. سمو الأمير صاحب السمو. Objective questions. ഒന്നാമത്തെ കൈഫ യജിബു അൻ തകൂന ലഗത്തുർ റസായില, കത്തുകൾ എങ്ങനെയായിരിക്കണം, കത്തുകളായിരിക്കൽ നിർബന്ധമാവുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സഹിലത്തുൻ മഫ്ഹൂമ, അത് എളുപ്പമുള്ളതും മനസ്സിലാക്കുന്നതുമായിരിക്കണം. രണ്ടാമത്തെ കൈഫ യജിബു അൻ യകൂനൽ ഖത്തു വ തർതീബുർ റസായിൽ, എഴുത്തുന്നതിൻ്റെ രീതിയും അതിൻ്റെ ക്രമവും അതിൻ്റെ എഴുത്തും എങ്ങനെയായിരിക്കണം? ആൻസർ ഖത്തുൻ വാളിഹൻ വ തർതീബിൻ ഹസനിൻ, വ്യക്തമായ എഴുത്തും നല്ലതായ ക്രമവും. മൂന്നാമത്തെ ചോദ്യം മാഹിയ റിസാലത്തുല്ലത്തി യുർസിലുഹൽ കാത്തിബു ഇലാ മൻ ലഹു അലാഖത്തുൻ റസ്മിയ, ഒഫീഷ്യൽ ബന്ധമുള്ള ആൾ എഴുതുമ്പോൾ എങ്ങനെയുള്ള ലെറ്ററുകളായിരിക്കും എഴുതേണ്ടത്? ആൻസർ അരിസാലത്തു റസ്മിയ, ഒഫീഷ്യൽ ലെറ്റർ. നാലാമത്തെ ചോദ്യം മാഹി അഖ്സാമു റസായിലു റസ്മിയ, ഒഫീഷ്യൽ ലെറ്റേഴ്സിൻ്റെ ഇനങ്ങൾ ഏതെല്ലാം? അപ്പോൾ റസായിൽ വറക്കിയ റസായിൽ ഇലക്ട്രോണിയ.
പേപ്പർ അങ്ങനെ 2 ഇനങ്ങളാണുള്ളത്. ഇനി 5-ാമത്തെ ചോദ്യം, ഹാത്തി അംസിലത്തുൽ റസായിൽ റസ്മിയ, ഒഫീഷ്യൽ ലെറ്റേഴ്സിന് ഉദാഹരണങ്ങൾ കൊണ്ടുവരിക. റസായിലു തൊലബുൽ വളീഫ, എംപ്ലോയി എഴുതുന്ന ലെറ്റർ. ഇനി 6-ാമത്തെ ചോദ്യം, മാഹിയ റസായിലത്തി യുർസിലുഹൽ കാത്തിബില അസ്തിഖായി വൽ അഖരിബ, കൂട്ടുകാർക്കും കുടുംബക്കാർക്കും എഴുതുന്ന ലെറ്ററുകൾ ഏതാണ്? റസായിലു വൽ റസ്മിയ, ഒഫീഷ്യൽ ലെറ്റേഴ്സ്. 7-ാമത്തെ ചോദ്യം, ഹാത്തി അംസിലത്തെ റസായിലു വൽ റസ്മിയ, റസ്മിയ അല്ലാത്ത അൺഒഫീഷ്യലായ ലെറ്റേഴ്സിന് ഉദാഹരണം കൊണ്ടുവരിക. ആൻസർ റസായിലത്തി യുർസിലുഹൽ താലിബു ഇലാ അബീഹി, ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ പിതാവിന് എഴുതുന്ന ലെറ്റർ. 8-ാമത്തെ ചോദ്യം, മാഹി ഇസ്മുൻ ആഖിർ റസായിൽ ഗൈർ റസ്മിയ, അൺഒഫീഷ്യൽ ലെറ്റേഴ്സിന് മറ്റൊരു പേര്. റസായിൽ ഷഖ്സിയ, പേഴ്സണൽ ലെറ്റേഴ്സ്. ആൻസർ. ഇനി അടുത്ത ചോദ്യം, 9-ാമത്തെ ചോദ്യം, മാഹി അൻവാഉ റസായിൽ, റസായിലിൻ്റെ എഴുത്തുകളുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ റസായിലു ഷഖ്സിയ, റസായിലു റസ്മിയ, പേഴ്സണൽ ലെറ്റേഴ്സും ഒഫീഷ്യൽ ലെറ്റേഴ്സും. 10-ാമത്തെ ചോദ്യം, ഉക്തുബ് അൽഖാബൽ മുഅയ്യനത്തിൽ ഷഖ്സാത്തെ താലിയത്തെ അല തർത്തീബ്, ക്രമപ്രകാരം ശേഷം വന്ന ഷഖ്സുകളിലെ മുഅയ്യനായ അവരുടെ ലഖബ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ 1-ാമത്തേത് റയീസുൽ ജംഹൂരിയ, അതിന് ഫഖാമത്ത് റയീസ് എന്ന് പറയാം. 2-ാമത്തെ അൽ മലിക്, മലിക്കിന് ജലാലത്തുൽ മലിക് എന്ന് പറയാം. 3-ാമത്തെ അൽ അമീർ, അമീറിന് സമൂൽ ഉമൂർ എന്ന് പറയാം. സമൂൽ അമീർ എന്ന് പറയാം. അടുത്ത ഡി റയീസുൽ വുസറാ, റയീസുൽ വുസറാന് മആനി റയീസുൽ വുസറാ എന്ന് പറയാം. അടുത്ത 11-ാമത്തെ ഉക്തുബ് അൽഖാബുൽ മുഅയ്യനത്തിൽ ഷഖ്സിയത്ത് താലിയത്തെ അല തർത്തീബി, ക്രമപ്രകാരം ശേഷം വന്ന വ്യക്തികളുടെ നിജമായ മുഅയ്യനായ ലഖബുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4-ാമത്തത് അസഫീർ, അംബാസഡറിന് സഅദത്തു ഷെയ്ഖ്. അടുത്ത റജുലുദ്ദീൻ, മതപണ്ഡിതന് സമാഹത്തു ഷെയ്ഖ്. അടുത്ത അൽ ആലിം, ആലിമിന് ഫളീലത്തു ഷെയ്ഖ്. അടുത്തത് അൽ ഖാദി, ജഡ്ജിന് ഹളറത്തുൽ ഖാദി. താങ്ക്സ് ഫോർ വാച്ചിങ്.